അതിസുന്ദരമായൊരു പ്രദേശം. നമ്മൾ ചില ഇംഗ്ലീഷ് നോവലുകളിലൊക്കെ വായിച്ചിട്ടുള്ള തരത്തിലുള്ള പൂത്തുലഞ്ഞ ചെടികൾ, വലിയ മരങ്ങളിലേക്ക് പടർന്നു കയറിയിട്ട് അതിൽ നിന്ന് പൂക്കളുമായിട്ട് താഴേക്ക് വളർന്നു നിൽക്കുന്ന ചെടികൾ ഒക്കെയുള്ള വളരെ വർഷങ്ങളായിട്ട് ഉദ്യാനമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശം. വീണ്ടും മുന്നോട്ട് നടക്കുമ്പം ചില സ്മാരക ശിലകൾ കണ്ടു തുടങ്ങി. വലിയ സ്തൂപങ്ങൾ, ശിലകൾ കൊണ്ട്, മാർബിൾ കൊണ്ട്, ഗ്രാനൈറ്റ് കൊണ്ട് ഒക്കെ കൊത്തിയെടുത്ത ഗംഭീരമായ സ്മാരകശിലകൾ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സെമിത്തേരിയാണ്. മായൻ നമ്മുടെ SJK പറഞ്ഞതുപോലെ ഇത് ഇവിടുത്തെ കല്ലറകളാട്ടോ. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കി. ആദ്യം ഞങ്ങൾക്കും അറിയില്ലായിരുന്നു ഇത് കല്ലറയാണ്. ശരിക്കും നല്ലൊരു ഗാർഡൻ കണ്ടിട്ട് നടക്കാൻ പോയതാ. ഉള്ളിൽ ചെന്നപ്പോഴായി പറഞ്ഞ പോലെ ശിലയും സ്മാരകവും ഒക്കെ കണ്ടിട്ട് കല്ലറയാന്ന് മനസ്സിലാവുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ നാട്ടിലെ കല്ലറ എന്നൊക്കെ പറയും നമുക്ക് എന്തൊരു അൺകംഫർട്ടബിൾ ആണ് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വല്ലപ്പോഴും പോയി ഒന്ന് കല്ലറ വൃത്തിയാക്കി കുറച്ച് പ്ലാസ്റ്റിക് പൂവൊക്കെ വെച്ച് ഒന്ന് ഒരുക്കി വെക്കുന്നതല്ലാതെ പിന്നെ നമ്മളത് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ ഇവിടെ നോക്കിയാൽ എല്ലാ ദിവസവും തന്നെ ആൾക്കാരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പ്രിംഗ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ കസേര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ ഒന്ന് ഇരിക്കാം, പുസ്തകം വായിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ എന്താ പറയുക, നടക്കാൻ വരുന്നുണ്ട്. എത്ര കാം ആൻഡ് ക്വൈറ്റാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഈ ചെടിയൊക്കെ ഇവരിത് എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനുള്ള സംവിധാനം അവരോട് ചെയ്തു വെച്ചിട്ടുണ്ട്. വെള്ളം നനയ്ക്കാനുള്ള വെള്ളമുണ്ട്, ക്യാനുണ്ട്, പുല്ല് വെട്ടാനും അത് തിരിച്ച് വേസ്റ്റിലിടാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട്. അപ്പോൾ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കറക്റ്റായിട്ട് പക്കയായിട്ട് ഇത് അനുസരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിൻ്റർ ആകുമ്പോൾ വിൻ്ററിൻ്റെ ചെടിയൊക്കെ വെച്ച് വിൻ്ററിൻ്റെ മഞ്ഞൊക്കെ വീണിട്ട് അത് വേറൊരു സീനറിയാണ്, വേറൊരു കാഴ്ചയാണത്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ഇതൊക്കെയാണ് ജർമ്മനിയിലെ ഒരു സാധാരണ സെമിത്തേരി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ ജർമ്മൻ വിശേഷങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ചൂസ്.